ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകനും മുൻ MLA-യുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് വരും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഇന്ന് വിധി പറയുക. PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. SKN PT കുഞ്ഞുമുഹമ്മദിന് ഇന്ന് നിർണായകമാണ്. അതിൽ പ്രധാനമായും IFFK-യിലേക്ക് മലയാളം സിനിമകൾ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റിയിലെ ജൂറി ചെയർമാൻ ആയിരുന്നു PT കുഞ്ഞുമുഹമ്മദ്. അതിനുശേഷം ഒരു ഹോട്ടൽ മുറിയിൽ ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് പരാതി. ചലച്ചിത്ര പ്രവർത്തക ആദ്യം മുഖ്യമന്ത്രിക്കും പിന്നീട് പോലീസിലും പരാതി നൽകുകയായിരുന്നു. ഇതിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ തന്നെ നേരത്തെ വാദം പൂർത്തിയായതാണ്. അതിൽ ഇന്ന് ഉത്തരവ് പറയും. ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു ഉത്തരവ് പറയുക മാത്രമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അതിൽ പ്രധാനമായും PT കുഞ്ഞുമുഹമ്മദിന്റെ വാദം എന്ന് പറയുന്നത് തന്റെ മുറിയിലേക്കാണ് ഈ ചലച്ചിത്ര പ്രവർത്തക അതിക്രമിച്ച് കയറിയത്. അതുപോലെ തന്നെ അതിൽ താനൊന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, ഒരു വ്യാജ പരാതി എന്നുള്ളതാണ് PT കുഞ്ഞുമുഹമ്മദിന്റെ ഭാഗം. എന്നാൽ അത് ചലച്ചിത്ര പ്രവർത്തകയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും കോടതിയിൽ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ CCTV ദൃശ്യങ്ങളടക്കമുണ്ട്. ഈ നഗരമധ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലാണ് ഇവർ രണ്ടുപേരും മുറി എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് മോശമായി പെരുമാറി എന്നുള്ളതാണ് പരാതി. അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജാമ്യം നൽകരുത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തത്. എന്തായാലും അതിൽ മുൻകൂർ ജാമ്യം നൽകുമോ കോടതി എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഒരു തീരുമാനമുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഈ WCC അടക്കമുള്ള സംഘടനകൾ ഒരു വിമർശനവുമായി എത്തിയിരുന്നു. കാരണം IFFK വേദിയിൽ നിന്ന് PT കുഞ്ഞുമുഹമ്മദിനെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിലും കൃത്യമായൊരു നടപടി ചലച്ചിത്ര അക്കാദമി അടക്കം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിലടക്കം വലിയ വിമർശനം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ടാവുക.